സർക്കിട്ട് എന്ന് പറയുന്ന പടം കണ്ടു. ആസിഫലിയുടെ പുതിയ സിനിമ താമർ കെ.വി സംവിധാനം ചെയ്തിട്ടുള്ള പടമാണ്. 1001 നുണകൾ എന്ന് പറയുന്ന നല്ലൊരു സിനിമയ്ക്ക് ശേഷം താമർ വീണ്ടും സംവിധാനം ചെയ്തിട്ടുള്ള പടം. ആസിഫിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ 2 ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾക്ക് ശേഷം രേഖാചിത്രത്തിനും കിഷ്കിന്ദ കാണ്ഡത്തിനും ശേഷം വന്നിട്ടുള്ള സിനിമ. ഇതൊരു ഫീൽ ഗുഡ് ഇമോഷണൽ ഡ്രാമ കാറ്റഗറിയിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ്. ഇത് മുഴുവനായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ്. പ്രധാനമായിട്ടും റാസൽ ഗെയ്മ, ദുബായ്, ഷാർജ ഏരിയകളിലൊക്കെയാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. ഈവൻ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ട് മുൻപിലൊക്കെ കുറച്ച് സീനുകളൊക്കെ ഷൂട്ട് ചെയ്തതായിട്ട് കണ്ടു പടം കണ്ടപ്പോൾ. സിനിമ എനിക്കിഷ്ടപ്പെട്ടു. ഒരു സിമ്പിൾ സിനിമയാണെങ്കിൽ കൂടി നല്ലൊരു ഫീൽ ഗുഡ് വൈബൊക്കെ തരുന്ന, ഒരുപാട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റ്സൊക്കെ ഉള്ളൊരു സിനിമയാണ്. എനിക്ക് തോന്നിയത് പ്രധാനമായിട്ടും പ്രവാസികളൊക്കെ ആണെങ്കിൽ, ഈ UAE ജീവിക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ചും കൂടി പടം കൂടുതലായിട്ട് കണക്റ്റ് ആവുമെന്ന് തോന്നുന്നു. കാരണം ജോലി തേടിയിട്ടുള്ള സ്ട്രഗിൾസും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ആളുകൾക്കൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മക്കൾ ഉള്ള ആളുകൾക്ക്, ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ മക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഫാമിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സബ്ജക്റ്റാണ് ഈ സിനിമയുടേത്. ഈ സിനിമയിൽ പ്രധാനമായിട്ടും അങ്ങനെ വലിയൊരു സ്റ്റോറി ലൈൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. 1001 നുണകളിലൊക്കെ അല്ലെങ്കിൽ താമറിൻ്റെ മുമ്പത്തെ സിനിമയിലെ പോലെ തന്നെ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടൻറ് ഡ്രിവൺ ആയിട്ടുള്ള പടമായിട്ട് തോന്നിയിട്ടില്ല. പ്രധാനമായിട്ടും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ല മൊമെൻറ്റ്സിനെയും നല്ല പെർഫോമൻസുകളും ഒക്കെയാണ്. ചില സീനുകളൊക്കെ നമ്മളെ വളരെ വൈകാരികമായിട്ട് അങ്ങനെ ഹുക്ക് ചെയ്ത് പിടിക്കുന്ന തരത്തിലുള്ള കുറേ സീനുകളൊക്കെ പടത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സിനിമയാണിത്. അത്തരത്തിലുള്ളൊരു സബ്ജക്റ്റാണ്. ഒരു ADHD ബാധിച്ചിട്ടുള്ള ഒരു കുട്ടിയും ആ കുട്ടിയുടെ ഫാമിലിയും, ദീപക് പറമ്പോലും ദിവ്യപ്രഭയുമാണ് അവരുടെ അച്ഛനും അമ്മയായിട്ട് എത്തിയിട്ടുള്ളത്. പുതിയ ഒരു കുട്ടിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്, ഒർഹാൻ എന്ന് പറയുന്ന ആ കുട്ടി വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ADHD ബാധിച്ചിട്ടുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടി പെരുമാറുന്ന രീതികളൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിങ്ങും ഭയങ്കര വികൃതിയും ഒക്കെ ആയിട്ട്, അപ്പം അത് വളരെ നന്നായിട്ട് തന്നെ ആ കുട്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദിവ്യപ്രഭ, ദീപക് പറമ്പോൾ, അലക്സാണ്ടർ പ്രശാന്ത് തുടങ്ങിയവരൊക്കെ നന്നായിട്ടുണ്ട്. വളരെ കുറച്ച് കാസ്റ്റ് മാത്രമുള്ള ഒരു സിനിമയാണിത്. ചെറിയൊരു സ്റ്റോറി ലൈൻ ആയതുകൊണ്ട് തന്നെ ആ സ്റ്റോറിക്ക് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള വളരെ മിനിമലായിട്ടുള്ള കാസ്റ്റ് മാത്രമേ ഈ സിനിമയിലുള്ളൂ. ആസിഫലിയുടെ പെർഫോമൻസ് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഞാൻ വീണ്ടും വീണ്ടും എന്ന് പറയാൻ കാരണം, ഈ റീസെൻ്റ്ലി ആസിഫിയുടേതായിട്ട് വന്നിട്ടുള്ള എല്ലാ സിനിമകളിലും നമ്മൾ വളരെ കോമൺ ആയിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം ആസിഫിൻ്റെ പെർഫോമൻസ് തന്നെയായിരിക്കും. അത് ഈ സിനിമയിലും വ്യത്യസ്തമല്ല. ഇമോഷണലായിട്ടുള്ള രംഗങ്ങളിലൊക്കെ പ്രത്യേകിച്ചും വളരെ മനോഹരമായിട്ട് ആസിഫ് ടച്ചിങ് ആയിട്ട് ആ ഒരു സീനുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സമീപകാലത്തെ പെർഫോമൻസുകളൊക്കെ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി കഴിഞ്ഞാൽ വൈകാരിക നിമിഷങ്ങളിൽ ഇത്രയും നന്നായിട്ട് സ്കോർ ചെയ്യുന്ന മറ്റൊരു നടൻ മലയാളത്തിൽ ഉണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. കുറച്ച് സ്ലോ ആയിട്ട് ഒരേ പേസിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നൊരു സിനിമയാണിത്. ഈ പടത്തിലേക്ക് നമ്മൾ ഇമോഷണലി എപ്പോഴാണോ ഇൻവെസ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ ഇമോഷണലി കണക്റ്റ് ആവുന്നത്, ആ ഒരു പോയിൻ്റ് തൊട്ട് പടം നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂവ് ചെയ്യും. എനിക്കൊരു റെഫറൻസിനൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ മെയ്യഴകനൊക്കെ പോലെ വളരെ ലൈറ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റൊക്കെയുള്ള രസമായിട്ട് ഇങ്ങനെ കാണാവുന്ന, നമ്മളെ ഇടയ്ക്കൊക്കെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫീൽ ഗുഡ് വൈബ് മൊത്തത്തിൽ സമ്മാനിക്കുന്ന ഒരു സിനിമയാണിത്. ഇതിൽ ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്കും എടുത്തു പറയേണ്ടതാണ്. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ഇത്തരം സിനിമകളിൽ പ്രത്യേകിച്ച് നന്നായിട്ട് വർക്കാവും. ഇപ്പോൾ ഈ മെയ്യഴകനിലും അതുപോലെ തന്നെ 96-ലുമൊക്കെ എങ്ങനെയാണോ അത് വർക്കൗട്ടായിട്ടുള്ളത്, അതേപോലെ തന്നെ ഇവിടെ സർക്കിട്ടിലെ പല സീനുകളിലും ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് വളരെ നന്നായിട്ട് തന്നെ പടത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം സിനിമകൾ കാണാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാവുന്നൊരു സിനിമ തന്നെയാണിത്. ഒരു ഫീൽ ഗുഡ് വൈബിലുള്ള വളരെ ശാന്തമായിട്ട് നീങ്ങുന്നൊരു സിനിമയാണ്. നിങ്ങളുടെ ടേസ്റ്റെങ്കിൽ തീർച്ചയായിട്ടും സർക്കിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. നന്ദി, നമസ്കാരം.